വളരെ ഹെൽത്ത് ചലഞ്ചായിട്ട് പോകുന്ന ഒരു പേഴ്സൺ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ഹീലിങ്ങിനായിട്ട്. അപ്പോൾ ശരിക്കും ആ അസുഖം എന്തുകൊണ്ടാണെന്നുള്ളത് അവർക്കും മനസ്സിലായില്ല. അവർ വളരെ നാളുകളായിട്ട് ഈ ഒരു അസുഖത്തിന് കൊണ്ട് നടക്കുമായിരുന്നു. അപ്പൊ അതൊരു പാരമ്പര്യമായിട്ട് വന്ന അസുഖമായിരുന്നു എന്നൊക്കെ അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. പക്ഷെ ഹീലിങ്ങിലേക്ക് കടന്നപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ശരിക്കും ആ രോഗത്തിന്റെ ബേസിക് അവർ നേരിട്ട ഹെൽത്ത് ഇഷ്യൂവിന്റെ ബേസിക് റീസൺ എന്ന് പറയുന്നത് അവർ ഹോൾഡ് ചെയ്തിരുന്ന ഇമോഷൻസ് ആയിരുന്നു. അത് പ്രത്യേകിച്ചും ആങ്കർ, ഡിസപ്പോയിൻമെന്റ്, ഇൻസെക്യൂരിറ്റി. ഈ ഇൻസെക്യൂരിറ്റി എന്നൊക്കെ പറയുന്ന ആ ഇൻസെക്യൂർ ഇമോഷൻ എന്ന് പറയുന്നത് ഭയങ്കര ചലഞ്ചഡ് ആയിട്ടുള്ളതാണ്. നമുക്ക് ലൈഫിൽ ഏറ്റവും വേണ്ട ഒരു ഇമോഷൻ എന്ന് പറയുന്നത് നമ്മൾ സേഫാണ്, പ്രൊട്ടക്റ്റഡ് ആണ്, സെക്യൂർ ആണ് എന്നുള്ളതാണ്. അവിടെ ചലഞ്ചസ് വന്നാൽ അത് നമ്മളെ പല തരത്തിലാണ് ബാധിക്കുന്നത്. ആ ഒരു ഇൻസെക്യൂർ ആണ് എന്നുള്ളത് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും അവർക്ക് ആ ഒരു ഹെൽത്ത് ഇഷ്യൂ, ആ ഒരു ഹെൽത്ത് ചലഞ്ച് വന്നത്. അവർ സെക്യൂർ ആണ്, പ്രൊട്ടക്റ്റഡ് ആണെന്ന് അവരെ സംരക്ഷിക്കുന്നത് പോലെയായിരുന്നു ആ ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നത്. പക്ഷെ ഹീലിങ്ങിലൂടെ കടന്നുപോയപ്പോൾ അതിനൊരുപാട് വ്യത്യാസം വന്നു. അത് കുറഞ്ഞു. വലിയ ചലഞ്ചുകളില്ലാതെ വളരെ സേഫായിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് ആ ഹീലിംഗ് പ്രോസസ്സിലൂടെ അവരെ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്.